പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് സാർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അജയ്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? പോറ്റിയെ കേറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ? ഇത് പറയേണ്ടി വന്നത് വിഷമമുണ്ട്. പരലോകത്തും ഇഹലോകത്തുമുള്ളവർ പോറ്റിയെ കേറ്റിയവർ കോൺഗ്രസ്സുകാരാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടകം കളിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്, ഈ ഒന്നാം പാദത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഈ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുകയാണ്. അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ സാർ, പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഒരു അവിശ്വാസ പ്രമേയം ഈ സർക്കാരിനെതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. അപ്പൊ പ്രതിപക്ഷത്തിന് പോലും അവിശ്വസിക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. നിയമസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ സാർ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഒരു മന്ത്രിക്കെതിരെ ഇതാ നിയമസഭ അതിന്റെ അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇന്നേ വരെ ഒരു മന്ത്രിക്കെതിരെയും എഴുതി കൊടുത്തൊരു ആരോപണം പോലും ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രതിപക്ഷം, നിരാശരായ പ്രതിപക്ഷം, നിരായുധരായ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഒറ്റ കാര്യം കൂടി സാർ അവസാനിപ്പിക്കുന്നു. അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭ വിട്ടോടുന്നത് നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ. VK-ന്റെ പ്രസിദ്ധമായ കഥയുണ്ട്, ഫുട്ബോൾ. VK-ന്റെ നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് പാലപ്പുറം ടോർപിഡോസ് കളിക്കാൻ വരികയാണ്. വലിയ വീരവാദങ്ങളുമായിട്ടാണ് വരുന്നത് സാർ. അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം ടോർപിഡോസിന്റെ ക്യാപ്റ്റനും മാനേജരും VKN പറയുന്നു, ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കേരളത്തെ ടോർപിഡോ ചെയ്യുന്ന ക്യാപ്റ്റൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ഒരു മാനേജറുണ്ടല്ലോ, വാടകയ്ക്കെടുത്ത ഗീബൽസ്, ഈ നുണകൾ മുഴുവൻ പ്രചരിപ്പിക്കാൻ എഴുതി കൊടുക്കുന്ന ആ മാനേജറും കൂടി ഓടുന്ന ദൃശ്യം നമുക്ക് അല്പം കഴിഞ്ഞാൽ കാണാം സാർ. അല്പം കഴിഞ്ഞാൽ സഭ വിട്ടോടിപ്പോകുന്ന ദൃശ്യം കാണാം. ഓർഡർ പ്ലീസ് 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 പ്ലീസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ ചെയറിലിരിക്കണം. ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ്. തന്റെ വാദം ജയിക്കാൻ വേണ്ടി, ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചെയർ. അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നിരത്തുന്നത് ശരിയല്ല. എന്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട. ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെന്റിൽനെസ് എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം. സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം. നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. സാധാരണ ചർച്ചയ്ക്കെടുക്കാതെ തള്ളുക ചെയ്യുക. പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചെയറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. ഓർഡർ ഓർഡർ. ഇവിടെ ചെയറിന് അറിയിച്ച കാര്യം പറഞ്ഞതാണ്. ടു ദ ഗവൺമെന്റ് ടു ദ ചെയർ ടു ദ ഒപ്പോസിഷൻ. ആ നിലയിൽ ഗവൺമെന്റ് ചെയറിനെ അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല. ഡിസ്റപ്ഷൻ ഒരു ഓപ്ഷനേ അല്ല. ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത്. ഞാൻ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ഡിസ്റപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം, പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ്.
ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് 15ാമത് കേരള നിയമസഭ. വളരെ പ്രൗഡുണ്ട് ചെയറിന്, വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും. ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്തപ്പം അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ. യെസ്, ഓർഡർ. നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ ചോദ്യോത്തര വേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തര വേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. തുടർ നടപടികളിൽ കടക്കാൻ ചെയർ നിർബന്ധിതമാവുകയാണ്. ഓർഡർ. ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലും ഒപ്പം സബ്മിഷന്റെയും മറുപടികൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചതായി പരിഗണിക്കുന്നതാണ്.